ഹലോ കൂട്ടുകാരെ, ഏവർക്കും ടീച്ച് ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് ഞാൻ USSൻ്റെ ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. 2025 USS ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണ ഫെബ്രുവരി 28 നടന്നത്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ക്ലാസ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ. ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യനും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്നാൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഈസ് പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ? ഉത്തരം റെഡ് ഫോർട്ട്. ഒന്നുകൂടെ പറയാം, വേർ ഈസ് പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ? ആൻസർ എന്താണ്? റെഡ് ഫോർട്ട്. എവിടെയാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത്? റെഡ് ഫോർട്ടിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ബിൽഡ് റെഡ് ഫോർട്ട് ഇൻ ഡൽഹി? ആരാണ്? മുഗൾ എംപറർ ഷാജഹാൻ. മുഗൾ എംപറർ ഷാജഹാനാണ് ഡൽഹിയിൽ റെഡ് ഫോർട്ട് പണിതത്. ഒന്നുകൂടെ പറയാം, ഹൂ ബിൽഡ് റെഡ് ഫോർട്ട് ഇൻ ഡൽഹി? ആരാണ് ഡൽഹിയിൽ റെഡ് ഫോർട്ട് പണിതത്? മുഗൾ എംപറർ ഷാജഹാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര എംപയർ? ആൻസർ ഹംപി. ഏതാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ഉത്തരം ഹംപി. ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഞാനിവിടെ ഇംഗ്ലീഷിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തത്. മലയാളം മീഡിയയിലെ കുട്ടികൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് ക്വസ്റ്റ്യനും ആൻസറും വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കേണ്ടതാണ്. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ? ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ? ആൻസർ ബാബർ. ആരാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്? ആരാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്? ആൻസർ ബാബർ. ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ബാബർ എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ റൂൾ? ഇൻ വിച്ച് ഇയർ ബാബർ എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ റൂൾ? ആൻസർ 1526. ഏത് വർഷമാണ് ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചത്? 1526. 1526 ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ പീരീഡ് ഓഫ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ 1526 to 1857? ഐ റിപ്പീറ്റ്, which was the period of Mughal rule in India? Answer 1526 to 1857. ഇന്ത്യയിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് മുഗൾ ഭരണം നിലനിന്നിരുന്നത്? 1526 മുതൽ 1857 വരെ. 1526 മുതൽ 1857. സെവൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മുഗൾ എംപറർ? ആൻസർ ഡൽഹി. ഒന്നുകൂടെ പറയാം, വിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മുഗൾ എംപറർ? ആൻസർ ഡൽഹി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം? ഡൽഹി. ഡൽഹിയിലാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടൈം പീരീഡ് ഓഫ് മുഗൾ കിങ്സ് കൊടുത്തിട്ടുണ്ട്. മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം, ടൈം പീരീഡ് ഓഫ് മുഗൾ കിങ്സ്. അതും കൂടെ നമ്മൾ ഒന്ന് പഠിച്ച് വെക്കണം. കാരണം അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് മിസ്സായി പോകരുത്. അതുകൊണ്ട് നമ്മൾ ഓരോ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടവും കൂടി ഒന്ന് പഠിച്ചു വെക്കണം.
ബാബറിൻ്റെ ടൈം പീരീഡ് വരുന്നത് 1526 ടു 1530. ബാബറിൻ്റെ ഭരണകാലഘട്ടം 1526 മുതൽ 1530 വരെ. നെക്സ്റ്റ് ഹുമയൂൺ 1530 ടു 1540, 1530 മുതൽ 1540 വരെ. അത് കഴിഞ്ഞ് ഹുമയൂൺ വരുന്നത് 1555 മുതൽ 1556 വരെയാണ്, 1555 ടു 1556. അടുത്ത ഭരണാധികാരി അക്ബറാണ്. അക്ബറിൻ്റെ ടൈം പീരീഡ് 1556 ടു 1605. അക്ബറിൻ്റെ കാലഘട്ടം 1556 മുതൽ 1605 വരെയാണ്. അടുത്ത ഭരണാധികാരി ജഹാംഗീറാണ്. ജഹാംഗീറിൻ്റെ ടൈം പീരീഡ് 1605 ടു 1627, 1605 മുതൽ 1627 വരെയാണ് വരുന്നത്. അടുത്ത ഭരണാധികാരി ഷാജഹാൻ. ഷാജഹാൻ്റെ ടൈം പീരീഡ് വരുന്നത് 1628 ടു 1658. ഷാജഹാൻ്റെ ഭരണകാലഘട്ടം 1628 മുതൽ 1658 വരെയാണ്. ലാസ്റ്റ് നമുക്ക് വരുന്ന ഭരണാധികാരി ഔറംഗസീബാണ്. ഔറംഗസീബിൻ്റെ കാലഘട്ടം 1658 മുതൽ 1707 വരെ, 1658 ടു 1707. Eighth question. The name Mughal was derived from the term dash. Answer Mongol. ഒന്നുകൂടെ പറയാം. The name Mughal was derived from the term dash. മംഗോൾ. മുഗൾ എന്ന പേര് ഉദ്ഭവിച്ചത് ഏതിൽ നിന്നാണ് എന്നാണ് ചോദിച്ചത്. മംഗോൾ. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഫോം ചെയ്ത് വന്നത്. Next question. Who is the founder of Mughal kingdom? Answer Babur. Who is the founder of Mughal kingdom? ബാബർ. ആരാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ? ആൻസർ ബാബർ. ബാബറാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. ഇത് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് മുഗൾ ഭരണം സ്ഥാപിച്ചതെന്ന്. ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ? ബാബർ. Next question. By which war did Babur establish Mughal rule in India? By which war did Babur establish Mughal rule in India? Answer First Battle of Panipat. ഏത് യുദ്ധത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്? ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. Next question. In which year first battle of Panipat took place? In which year first battle of Panipat took place? 1526. Answer ആണ് 1526. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം 1526. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1526. Next question. First battle of Panipat fought between whom? I repeat. First battle of Panipat fought between whom? Answer Babur and Ibrahim Lodi. ആരൊക്കെ തമ്മിലാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത്? ബാബറും ഇബ്രാഹിം ലോദിയും. ബാബറും ഇബ്രാഹിം ലോദിയും തമ്മിലാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത്. മുഗൾ ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഇവിടെ ലോധി സാമ്രാജ്യം ആയിരുന്നു ഭരിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹൂ വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി? ആൻസർ ഇബ്രാഹിം ലോധി. ഹൂ വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി? ഇബ്രാഹിം ലോധി. ആരായിരുന്നു ലോധി സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരി? ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയാണ് ലാസ്റ്റ് ഭരണാധികാരി. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും ബാബറും കൂടെയുള്ള യുദ്ധമാണ് എന്ത്? ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. അത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. ഈ ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ജയിച്ചത് ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഹൂ വൺ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്? ബാബർ. ആരാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ജയിച്ചത്? ബാബറാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ജയിച്ചത്.
ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലുള്ള ഓരോ ക്വസ്റ്റ്യനും ആൻസറും നന്നായി പഠിക്കുക. വീഡിയോ കാണുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ക്വസ്റ്റ്യനും ആൻസറും എഴുതി നല്ലവണ്ണം പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, അടുത്ത ദിവസം അത് റിപ്പീറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്